എനിക്കൊപ്പം അർജുൻ പീതാംബരൻ നമ്മുടെ റിപ്പോർട്ടർ കൂടി ചേരുന്നുണ്ട്. അർജുന, ഈ സമരത്തിൽ എംപിമാർ, ഞാൻ എംപിമാരുടെ പ്രതികരണം എടുക്കുമായിരുന്നു. എല്ലാ എംപിമാരുണ്ടല്ലോ അല്ലേ, സസ്പെൻഷനിലായ പ്രധാനപ്പെട്ട എംപിമാരൊക്കെ ഉണ്ടല്ലോ അല്ലേ, അതിന്റെ വിശദാംശങ്ങളൊന്ന് പറയാം. തീർച്ചയായിട്ടും 143 എംപിമാരും ഇപ്പോൾ പാർലമെന്റിൽ നിന്നും പുറത്തേക്ക് വന്നിരിക്കുകയെന്ന് പ്രതിഷേധിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പാർലമെന്റിനകത്ത് ഒരു നടപടിയില്ല, അതായത് പ്രതിപക്ഷമില്ലാതെ എളുപ്പത്തിൽ തന്നെ ബില്ല് പാസ്സാക്കി എടുക്കുക എന്നുള്ള കാര്യം നടത്തിക്കൊണ്ടുള്ള ഒരു ആരോപണം തന്നെയാണ് പ്രതിപക്ഷം പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വരുന്ന തിരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ, അതായത് പ്രതിപക്ഷ ശബ്ദത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള നടപടികൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ള കാര്യം ആരോപിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടത്തുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധിയും ഖാർഗെയൊക്കെ ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, അവരെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അല്പം മുൻപ് ഖാർഗെ ഇവിടെ നിന്നാണ് നമുക്ക് ബൈറ്റ് തന്നത്. അദ്ദേഹം പറയുന്ന കാര്യം തന്നെ കേന്ദ്രത്തിനെതിരെ കടുത്ത രീതിയിലുള്ള ആരോപണം തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നതും. അതായത് പ്രതിപക്ഷത്തിന്റെ ശബ്ദം പാർലമെന്റിനകത്തും പുറത്തും ഒരുപോലെ തന്നെ അടിച്ചമർത്താനായിട്ട്, ഇല്ലായ്മ ചെയ്യാനായിട്ട് കേന്ദ്രം ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം തന്നെയാണ് അവർ വെക്കുന്നത്. അതിന്റെ ഈ മാർച്ചിന്റെ കൂടുതൽ വിശദാംശമാണ് അർജുൻ തന്നത്. നമുക്കൊപ്പം ജോൺ ബിട്ടാസ് എംപി കൂടി ചേരുന്നുണ്ട്. നേരത്തെ പാർലമെന്റ് ചരിത്രത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത, ലോക ജനാധിപത്യ ചരിത്രത്തിൽ ഒരു കറുത്തേണ്ടുന്ന ഒന്നായി മാറിയിട്ടുണ്ടല്ലേ ഈ കഴിഞ്ഞ ദിവസങ്ങളുടെ സംഭവം. പ്രധാനമന്ത്രി എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യത്തിന്റെ അമ്മയാണ്, മാതാവാണെന്ന് പറയും. ഒരു ജനാധിപത്യത്തിന്റെ ശിശുവാകാൻ പോലും പര്യാപ്തമാകാത്ത രീതിയിലുള്ള ഒരു നയമാണ് ഗവൺമെന്റ് പാർലമെന്റിനോട് അവലംബിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ ഒരു തലമുറയല്ല, എത്രയോ തലമുറകളെ ബാധിക്കുന്ന, സ്വാധീനിക്കുന്ന നിയമങ്ങളാണ് ഇവിടെ ദോഷ ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ 3 ക്രിമിനൽ നിയമങ്ങൾ, ടെലികോം ബില്ല്. പ്രതിപക്ഷം പാർലമെന്റിൽ ഉണ്ടാകരുത്, ചോദ്യങ്ങൾ ചോദിക്കരുത്, അസുഖകരമായിട്ടുള്ള പ്രതിപാദനങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ളൊരു നിശ്ചയദാർഢ്യമാണ് ഈ കൂട്ടപ്പുറത്താക്കലിന്റെ പിന്നിലുള്ളത്. താങ്ക് യു. വി ശിവദാസൻ എം പി കൂടിയുണ്ട്. നിങ്ങൾ തന്നെ പല തവണ ഈ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ CPM-മാർ പറയാറുണ്ട്, വീണ്ടും വീണ്ടും ഇവരിങ്ങനെ അധികാരത്തിൽ വന്ന ഇന്ത്യ ജനാധിപത്യം ഇല്ലാതായി പോകുന്നു. ആ കാഴ്ചയാണോ കാണുന്നത്? ജനാധിപത്യത്തിന്റെ കൊല, ഒരു കൂട്ടക്കുരുതിക്കുള്ള നേതൃത്വം നരേന്ദ്രമോദിയാൽ ഇപ്പോൾ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാർലമെന്റിന്റെ ഗാലറിയിലിരുന്ന്, രാജ്യസഭാ ഗാലറിയിലിരുന്ന് ഒരു കൂട്ടം ആളുകൾ പ്രതിപക്ഷങ്ങളുടെ പ്രസംഗത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് അഭിമാനത്തോടെ എന്നോണം രാജ്യസഭാ TV സംപ്രേഷണവും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ എംപിമാരുടെ പ്രതികരണവും പ്രതിഷേധവുമാണ് നമ്മൾ കണ്ടത്. അനൂപ് നമ്മളിലേക്ക് എത്തിച്ചത്.